നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഒരു തൊഴിലവസരമാണ് പരിചയപ്പെടുത്തുന്നത്. തിരുവനന്തപുരം ടെക്നോ പാർക്ക് ക്യാമ്പസിലുള്ള ഒരു റെപ്യൂട്ടഡ് കമ്പനിക്ക് മെഷീൻ ലേണിങ്ങിൽ പ്രൊഫഷണൽസിനെ ആവശ്യമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങളായി ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ചില ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ചില തൊഴിൽ മേഖലകൾ, പുതിയതായി ഉതിർന്നു വന്ന തൊഴിൽ മേഖലകളാണ്. ഒന്ന് മെഷീൻ ലേണിംഗ്, ഒന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ മേഖലകൾ. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്നവർ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇതിലൊക്കെ അവസരങ്ങളുണ്ടോ? ഈ മെഷീൻ ലേണിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്, ഇതിൽ അവസരങ്ങളുണ്ടോ? ഡേറ്റ സയൻസ് അവസരങ്ങളുണ്ടോ? തീർച്ചയായിട്ടും അവസരങ്ങളുണ്ട്. ഒട്ടനവധി കമ്പനികൾ ഈ മേഖലയിൽ ഓപ്പർച്യൂണിറ്റീസ് തന്നു തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ അനൗൺസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടെക്നോ പാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനി. അവർക്ക് മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സിനെയാണ് ആവശ്യം. ML എഞ്ചിനീയേഴ്സ് എന്നാണ് അവരിതിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അവസരമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ പ്രവർത്തിക്കുന്ന ഫക്കീഹ് ടെക്നോളജീസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിനാണ് ഇപ്പോൾ മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സിനെ വേക്കൻസീസ് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ പ്രൈമറിലി ആവശ്യപ്പെട്ടേക്കുന്ന കാര്യം കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഓർ IT റിലേറ്റഡ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലുള്ള ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു PG. അപ്പം BCAക്കാർക്കും MCAക്കാർക്കും BSc കമ്പ്യൂട്ടർ സയൻസ്, MSc കമ്പ്യൂട്ടർ സയൻസ്, അതും അല്ലെങ്കിൽ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് IT, CSCക്കാർക്ക് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഇതിനകത്ത് കുറച്ച് ടെക്നോളജികൾ അറിയണം എന്നവർ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങളോടൊന്ന് സൂചിപ്പിക്കാം. ഈ പറയുന്ന ബിരുദാനന്തര ബിരുദം എന്നൊക്കെയുള്ളത് പറഞ്ഞു, അല്ലെങ്കിൽ ഡിഗ്രി PG ഒക്കെ കമ്പ്യൂട്ടർ സയൻസ് ഓർ റിലേറ്റഡ് സബ്ജക്ട്സിലുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവരായിരിക്കണം. ഇത് മൂന്നിൽ ഏതാണെങ്കിലും ഒരു 3 to 4 years ഓഫ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ ഓപ്പർച്യൂണിറ്റി എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ മെഷീൻ ലേണിംഗ് മേഖലയിൽ ഒരു 3 വർഷത്തെ 4 വർഷത്തെ ഒക്കെ ഒരു എക്സ്പീരിയൻസും കൂടെ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു റൈറ്റ് കാൻഡിഡേറ്റ് ആണ് എന്ന് പറയാൻ പറ്റാം. അതുപോലെ തന്നെ ചില ലാംഗ്വേജസിനെ കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പൈത്തണിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്, അല്ലെങ്കിൽ ജാവ, സ്കാല, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ നല്ല അറിവുള്ളവർ, അല്ലെങ്കിൽ സ്കിറ്റിറ്റ് ലേൺ പോലെയുള്ള ടെക്നോളജികൾ നല്ല ഒരു ധാരണയുള്ളവർ, ടെൻസർഫ്ലോ, കേരസ്, പൈടോർച്ച് ഇതുപോലെയുള്ള മേഖലകളിൽ ടെക്നോളജികളിൽ ഒക്കെ ഒരു ധാരണ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം എന്നവർ പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ CNN, RNN, LSTM തുടങ്ങിയ ടെക്നോളജി മേഖലകളിലും ഒരു ഐഡിയ ഉള്ളവർക്ക് കൂടുതൽ മുൻഗണന അവർ നൽകുന്നതാണ്. അതുപോലെ തന്നെ AWS, ആമസോൺ വെബ് സർവീസ് പോലെയുള്ള, അല്ലെങ്കിൽ അഷ്വർ പോലെയുള്ള ക്ലൗഡ് പ്ലാറ്റ്ഫോമുകൾ, ക്ലൗഡ് സർവീസുകളിൽ ഒരു നല്ല കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത്തരം മേഖലകളിലൊക്കെ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം നോളജ് ഉണ്ട്, ഒരു 3-4 വർഷമൊക്കെ ഒരു എക്സ്പീരിയൻസും ഉണ്ട്, പൈത്തണൊക്കെ ഒന്ന് അറിയാം, ഇങ്ങനെയൊക്കെയുള്ളൊരു കാറ്റഗറി ആണ് എങ്കിൽ, ഒരു കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റും കൂടിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി അപ്ലൈ ചെയ്യാൻ അവരുടെ ഇമെയിൽ IDയിലേക്ക് അപ്ലൈ ചെയ്യാം. അവരുടെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അവരുടെ വെബ്സൈറ്റൊക്കെ കയറി ഒന്ന് അവരുടെ കമ്പനിയെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ആ ഇമെയിലിലേക്ക് നിങ്ങളുടെ റെസ്യൂമേ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ റെസ്യൂമേ ഒന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ January 31st, 2025 ആണ്. അപ്പം 2025 January 31 ഉള്ളിലായിട്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മികച്ച ഒരു അവസരമാണ്. പ്രത്യേകിച്ച് മെഷീൻ ലേണിങ്ങിൽ ഒരു താല്പര്യമുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങൾ, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ ഈവൻ പൈത്തണിലോ ജാവയിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണ്, മെഷീൻ ലേണിങ്ങിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല ഒരു അവസരം തന്നെയാണ് ഈ ഓപ്പർച്യൂണിറ്റി. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒക്കെ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഡ്രോപ്പ് ചെയ്യാൻ മടിക്കേണ്ട, ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഉപകാരപ്പെട്ടേക്കാം എന്ന് തോന്നിയാൽ അത് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.